ഓരോ വീടുകളിലും ഓരോ രീതിയിലാണ് അവരുടെ രാവിലെകൾ തുടങ്ങുന്നത്. നാട്ടിലാണെങ്കിൽ മുറ്റമടിച്ച് പാൽ മേടിക്കാൻ പോയി, അല്ലെങ്കിൽ അടുക്കളയിൽ പോയി ആദ്യമേ വെള്ളം ചൂടാക്കാൻ വെച്ച്. എനിക്കിവിടെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ഈ കോഴീനെയൊക്കെ ഒന്ന് നോക്കാൻ വരും, ചെടിയൊക്കെ ഒന്ന് നോക്കും, പത്രം പോയി എടുക്കും. ഞാൻ പത്രം എടുക്കാറില്ല ഇവിടെ. ഇപ്പം ഞങ്ങൾക്ക് പത്രം, ഞാൻ മാത്രമുള്ള സമയത്ത് ഞാനായിരുന്നു പത്രം പോയി എടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറും. ഈ ഇടയായിട്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യമേ അടുക്കളയിലോട്ടാണ് പോണത്. കുട്ടികളെ സ്കൂളിൽ വിടണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ, അവരുടെ പൊതി കെട്ടണം. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു ഹാപ്പിനെസ് ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തന്നെയാവുന്നൊരു സാഹചര്യമുണ്ട് വീട്ടിൽ. കുട്ടികളൊക്കെ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും ഒക്കെ പഠിക്കാൻ പോകും. അപ്പോൾ അപ്പനും അമ്മയും തന്നെയാവും വീട്ടിൽ. ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഓർക്കും, ആരുമില്ലല്ലോ, സംസാരിക്കാൻ ആരുമില്ലല്ലോ, വീട്ടിനകത്ത് ശബ്ദമില്ലല്ലോ. ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഐഡിയ എനിക്കുണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടാവും കേട്ടോ ആ ഐഡിയ ഒക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ടുഗദർ ടൈം. ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം. നമുക്കുള്ള സാമ്പത്തികത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുഞ്ഞു കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അവർ അഡ്വൈസ് ചെയ്യുന്നതിന് കാര്യങ്ങളായിരിക്കില്ല അവർ ചെയ്യുന്നത്, പക്ഷെ അവർ നമ്മളിൽ കാണുന്നത് അത് ചിലപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരും. വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതാരെങ്കിലും കാണുമോ കാണത്തില്ലയോ ഒന്നും എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഇതൊന്നും ഞാൻ പറയില്ല. ആരെങ്കിലും എപ്പോഴേലും ഈ വീഡിയോ കാണുവാണെങ്കിൽ എന്തേലും ഒരു 30 സെക്കൻഡിൽ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. സോ ഇത് ഞങ്ങളുടെ ദോഹയിലുള്ള വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ശകലം ഏരിയയാണ്. ആ ഏരിയയിലാണ് ഈ ഒരു കോഴിക്കോടും ഈ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഏരിയയും. ഇത് എനിക്ക് ഇവിടെ നിന്ന് നടന്ന് കോഴിക്കോട്ടിലോട്ട് പോകാനുള്ള വഴി. ഒരു വാഴ, കോവൽ, ഇതെല്ലാം നട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൃഷി സമയത്തിൻ്റെ കാലാവസ്ഥ തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പം ഓരോ വിത്തൊക്കെ ഇട്ട് പാകി എല്ലാത്തിനും കിളിപ്പിച്ച് കൊണ്ടുവരണം. ഇത് നമ്മുടെ ശംഖുപുഷ്പം. ചില ആൾക്കാർ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കുടിക്കും, ചിലർ ഇതിനെ ഡ്രൈ ചെയ്തെടുത്ത് വെച്ച് അതിൻ്റെ ചായ ഉണ്ടാക്കി കുടിക്കും. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി അടുക്കളയിലോട്ട് കയറട്ടെ.